EV കാർ എന്തിന് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം. ഇക്കണോമിക്കലി ലാഭം എന്ന കൺസെപ്റ്റിൽ മാത്രമാണ് ഒരാൾ EV എടുക്കുന്നതെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇക്കണോമിക്കലി ലാഭം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ടാറ്റയുടെ അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്ററോ 250 കിലോമീറ്ററോ റേഞ്ചുള്ള വാഹനങ്ങളാണ് ശരിക്കും ഒരു ഇക്കണോമിക്കലി നല്ലത് എന്നുള്ള കൺസെപ്റ്റിലുള്ള EV കാറുകൾ. എൻ്റെ കൺസെപ്റ്റ് അതിലപ്പുറം EVയിൽ ഇപ്പോൾ ലക്ഷറി ഉണ്ട്, നോൺ ലക്ഷറി ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് പ്രകൃതിയോടുള്ള അതിലും ഒരുപാട് ഡിബേറ്റ് ഒക്കെ വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മളെ അടുത്ത് EQS ഉണ്ടായിരുന്നു, ഇപ്പോൾ 2000 കിലോമീറ്ററിലെ EQE ഇപ്പം ഞങ്ങൾ സ്റ്റോക്കിലുണ്ട്. പോർഷയുടെ ടൈക്കൂൺ ഉണ്ട്. അപ്പോൾ ഒരു EQS കാർ എടുക്കുന്നത് ആക്ച്വലി നമ്മൾക്കൊരു ലംബോർഗിനി ഹുറാക്കാൻ ഓടിക്കുന്ന ത്രില്ല് അത് തരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും മണി എങ്ങനെ, അപ്പോൾ ആ ഹുറാക്കാൻ ഉപയോഗിക്കുന്നതാണോ ലാഭം അല്ലെങ്കിൽ EQS ഉപയോഗിക്കുന്നതാണോ എന്നാണ് അവിടെ. വിലയിൽ എന്തായാലും ഇപ്പൊ 2 കോടി 1.25 കോടിയാണ് EQSന്റെ വിലയെങ്കിൽ ഹുറാക്കാൻ ഓൾമോസ്റ്റ് 4 CR എബോവ് ആണ്. പിന്നെ അത് തരുന്ന അതേ സന്തോഷം അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് പ്ലഷർ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ടോർക്ക് കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങൾ ഇതിന്റെ കറണ്ട് ബില്ലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ടയറിനെ കുറിച്ചോ ചിന്ത ഉള്ളവരല്ല. അവര് അതിന്റെ പകുതി പൈസക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു എന്ന കൺസെപ്റ്റിലാണ്. ആ കൺസെപ്റ്റ് അല്ലാതെ ടാറ്റയുടെ ഒരു ഇലക്ട്രിക്കൽ വാഹനത്തോട് കമ്പയർ ചെയ്ത് ഇത്തരം ഇപ്പോൾ ബെൻസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ പോർഷയുടെ ആണെങ്കിലും ഈവൻ റോൾസ് റോയ്സ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട്. ഒരിക്കലും ടാറ്റയുടെ വാഹനം ഓടിക്കുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററിയുടെ സെഗ്മെന്റ് വേറെയാണ്. അപ്പൊ ഇതിന് സെഗ്മെന്റ് ബേസിൽ തന്നെ നമ്മൾ കാണണം. ഈ വാഹനങ്ങൾ പൊതുവെ ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ റേഞ്ച് അല്ലെങ്കിൽ 500 കിലോമീറ്റർ റേഞ്ച് വേണമെങ്കിൽ അത് മിനിമം ഇത്ര കിലോ വെയിറ്റ് വേണം. നമ്മുടെ ഡീസൽ പെട്രോൾ എൻജിൻ അവർ മാക്സിമം അലുമിനിയം ഇത്രയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വെയിറ്റ് കുറച്ചുകൂടി അതും കൂടി ഒരു ഘടകമാണ് ഫ്യൂൽ എഫിഷ്യൻസിക്ക്. പക്ഷെ ഒബിയസ്ലി നമുക്ക് റേഞ്ച് കൂടുതൽ വേണ്ടി വരുമ്പോൾ ആ വാഹനത്തിന്റെ ബാറ്ററി വെയിറ്റ് കൂടും, വാഹനത്തിന്റെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ ഒബിയസ്ലി കംഫർട്ട് കൂടും, പക്ഷെ നിർഭാഗ്യവശാൽ ടയർ തേയ്മാനം കൂടും. രണ്ടാമത് ഈ റീജനറേഷനിൽ തേയ്മാനം കൂടും. അപ്പോൾ ഒരു മണി എന്ന ആസ്പെക്റ്റിൽ ഒരു ലക്ഷറി EVയെ കാണാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇന്ന് നടക്കുന്ന ചർച്ചകളൊക്കെ ഇതിന് ടയറില്ല അല്ലെങ്കിൽ ഇത് പിന്നെ മറ്റ് ഇതിൻ്റെ റീസെയിൽ വാല്യൂ അങ്ങനെ പല കാര്യങ്ങളാണ്. ആക്ച്വലി അത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങളടുത്ത് എല്ലാ സെഗ്മെന്റും ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾ ഞങ്ങൾ സ്മാർട്ടർ എന്ന സെഗ്മെന്റിൽ വരുന്നുണ്ട്, ഹുണ്ടായുടെ വാഹനങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ കയ്യിലൊരു GLC ഉണ്ടായിരുന്നു. അത് വാങ്ങിയ കസ്റ്റമർ കോണ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് GLC വാങ്ങുന്നത്. ഒരു ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്ന ആളുകൾ അത് വീണ്ടും വീണ്ടും അതിനെ തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടി ഒരു അവയർനെസ് ആണ് വേണ്ടത്. ഈ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത് കറക്റ്റ് പോയിന്റാണ്. കാര്യം നമ്മൾ 20 ലക്ഷം രൂപയ്ക്ക് ഒരു പെട്രോൾ കാർ വാങ്ങിക്കുന്നത് പോലെ അല്ല 20 ലക്ഷം രൂപയുടെ EV കിട്ടുന്നത്. അതിന്റെ പവറിനും അതിന്റെ ടോർക്കിനും ഒക്കെ കണ്ടമാനം 1-2 സെഗ്മെന്റ് മുകളിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെതായ എന്താ പറയുന്ന പരിണിത ഫലങ്ങളും അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഒരു ഫിനാൻഷ്യലി ബെനിഫിറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ബൈക്ക് എടുക്കാം. കാറിൽ അത് അല്ലെങ്കിൽ ടാറ്റയുടെ ബഡ്ജറ്റ് EVകൾ. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഒരാളുടെ യാത്രയും കൂടി ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ 200 കിലോമീറ്റർ റേഞ്ചുള്ള വാഹനം ഒരാൾക്ക് വാങ്ങിക്കാം, പക്ഷെ അയാളുടെ ഡെയിലി റൊട്ടീനിൽ ഒരു 150 കിലോമീറ്ററിലധികം ഓടാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് അത് വാങ്ങിക്കാം. വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ട്രാവൽ പ്ലാനുകളുള്ള ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ അവരെന്തായാലും നിർബന്ധമായിട്ടും കുറച്ചുകൂടി ഹയർ ഒരു മിനിമം ഒരു 500-600 കിലോമീറ്റർ റേഞ്ചിലോട്ട് പോകണം. ആ റേഞ്ചിൽ പോകുമ്പോൾ ആ വണ്ടി ഡെലിവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതും കൂടി ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ മാത്രം അതിലോട്ട് പോയാൽ മതി. ഇത് റൈറ്റ് ആയിട്ടല്ലാത്ത കസ്റ്റമേഴ്സ് ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ വലിയ അബദ്ധം. ഇത്തരം ഒരുപാട് കമ്പനികൾ വരുന്നു. ഒരു കമ്പനി ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവരതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡികളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയവരുണ്ട്. മേ ബി അതിലൊക്കെ ചിലപ്പോൾ തെറ്റുകൾ വരാം. എന്നിരുന്നാലും
കേരളത്തിലെ ഈ ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്, കേരളമല്ല ഇന്ത്യയിലെ, കേരളം കുറച്ചുകൂടി ബെറ്ററാണ് മറ്റു സമയം, അതൊന്നും കൂടി ബെറ്റർ ആവുന്നതോട് കൂടി കൂടുതൽ EV കാറുകൾ വരും. പക്ഷേ EVയിലും ലക്ഷറിയും ഉണ്ട്, നോൺ ലക്ഷറി ഉണ്ട്, അൾട്രാ ലക്ഷറി ഉണ്ട്, ഇത് ഉൾക്കൊണ്ട് ബഡ്ജറ്റ് ഉണ്ട്. അപ്പം നമ്മളുടെ കൊക്കിന് ഏതാണ് ഒതുങ്ങുന്നത് മനസ്സിലാക്കിയുള്ള EV എടുത്താൽ ഈ പ്രശ്നം തീരും. ഇത് കറണ്ട് ആണ്, ചെലവില്ല എന്ന് കരുതി ഒരു ലക്ഷറി EV പോയി എടുത്താൽ നിർബന്ധമായിട്ടും അതിനെ നമ്മൾ ആ മാനുഫാക്ചർ ഒരിക്കലും അതൊരു ബഡ്ജറ്റുള്ള ആൾ എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ബഡ്ജറ്റും പൊസിഷനിങ്ങും മനസ്സിലാകാതെ എടുത്ത ആളുകളാണ് കൂടുതൽ നെഗറ്റിവിറ്റി പറയുന്നത്.